ദി ഹങ്കർ ട്രാവലർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ പോർക്ക് വിന്താലു എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയിൽ ഒരു 15 വറ്റൽമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു വലിയ സ്പൂൺ മുഴുവൻ കുരുമുളകും 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട, നമുക്ക് ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ചൂട് മാത്രം മതി. അത് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഭയങ്കരമായിട്ട് അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 2 സ്പൂണോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഈ വിനാഗിരിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വിന്താലുവിന് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്പൂൺ ഓയിലും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, നമ്മളുടെ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 1/2 കിലോ പോർക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ശരിക്കും പോർക്ക് വിന്താലു എന്ന് പറയുന്നത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഇത് ഈസി മെത്തേഡ് ആയതുകൊണ്ട് 1 മണിക്കൂർ വെച്ചാൽ മതി. അതിനുശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 വലിയ സബോള നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നമ്മുടെ സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഒരു തരി വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഒരുപാട് ഒഴിക്കേണ്ട, കാരണം ഈ പോർക്കുന്ന തന്നെ നമുക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ വളരെ കുറച്ച്, 1/4 കപ്പ് തന്നെ പറയാം. എന്നിട്ട് നമ്മൾ സാധാരണ പോർക്ക് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇനി ഇതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് ആവശ്യമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഞാനിവിടെ നല്ലോണം ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ നെയ്യിലൊക്കെ കിടന്ന് മുരിഞ്ഞ് പോർക്കിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നിങ്ങൾക്ക് പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഇതിനകത്ത് ചേർക്കാം. ഈ 2 സ്പൂൺ വിനാഗിരി ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും ചേർത്തില്ല. നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു. കൊച്ചി സ്റ്റൈല് പ്രഷർ കുക്കർ പോർക്ക് വിന്താലു റെഡിയായി. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.